നമ്മൾ എന്തൊക്കെ പറഞ്ഞോട്ടെ, പുള്ളിയുടെ രാഷ്ട്രീയത്തിനെ വിമർശിക്കുക, പുള്ളി എന്ത് പറയാൻ, കളിയാക്കാം, അത് ചെയ്യുക, ഇത് ചെയ്യുക, ഒരു ബോൾഡ് സ്റ്റെപ്പ് എടുക്കുകയാണ്. പുള്ളി പറയുകയാണ് ഭാവിയിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അത് വേറെ കാര്യം. പുള്ളി ബോൾഡ് സ്റ്റെപ്പ് ഉണ്ട്. പുള്ളിയുടെ ഫ്രണ്ടിൽ മറ്റ്, കാരണം ഈ സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി വരിക എന്നുള്ളത് 70കളിലോ 80കളിലോ 90കളുടെ തുടക്കത്തിലോ പോലെ മധുരതരമായിട്ടുള്ളൊരു കാര്യമല്ല. അത് തമിഴ്നാട്ടിൽ പോലും നമുക്കറിയാം. ഇപ്പോൾ വിജയകാന്ത് എന്നുള്ളൊരു അദ്ദേഹം സിനിമയിലേക്ക് വന്നപ്പോഴത്തേക്ക് നല്ലൊരു അക്സെപ്റ്റൻസ് കിട്ടിയെങ്കിലും പുള്ളിക്ക് അത് സസ്റ്റെയിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ചിരഞ്ജീവി, തെലുങ്ക് സിനിമയുടെ മുടിചൂടാൻ മനനായിട്ട് നിന്ന വ്യക്തി, അദ്ദേഹം സിനിമ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ട് ആൾ കയ്പ് നീര് കുടിച്ചിട്ടാണ് പിന്നെ വീണ്ടും തെലുങ്ക് സിനിമയിലേക്ക് വന്നത്. അദ്ദേഹത്തിൻ്റെ സഹോദരനായ പവൻ കല്യാൺ ഇന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം അദ്ദേഹം ആന്ധ്രാപ്രദേശിലെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററാണ്. പക്ഷേ എങ്ങനെയാണ് പുള്ളി കയ്പ് നീര് കുടിച്ച് അവസാനം NDA അലയൻസിൽ, അതായത് TDP പ്ലസ് BJP അലയൻസിൽ കൂടെ ചേർന്നിട്ടാണ് പുള്ളിയുടെ ഒരു പുള്ളി പക്ഷേ സിനിമ ചെയ്യുന്നത് നിർത്തിയതുമില്ല, ഇടയ്ക്ക് തുടരുന്നുണ്ട്. പുള്ളിയെ സംബന്ധിച്ചിടത്തോളം അതല്ല കഴിഞ്ഞ വർഷം പവൻ കല്യാൺ 2 സിനിമകൾ, അടുത്ത സിനിമ ഉസ്താദ് ഭഗത് സിംഗ് എന്ന സിനിമ ഇനി ഈ വർഷം ഇറങ്ങാൻ പോവുകയാണ്. പക്ഷെ വിജയ് പറയാണ് ഇല്ല, ഞാനിത് കംപ്ലീറ്റ് നിർത്തുന്നത്. അതൊരു ബോൾഡ് സ്റ്റെപ്പാണ്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് തമാശിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും, അതൊരു ബോൾഡ് സ്റ്റെപ്പാണ്. കാരണം ഇത്രയും റീസെന്റ് പാസ്റ്റ് അദ്ദേഹത്തിന് മുമ്പിൽ പലരുടെ എക്സ്പീരിയൻസ്, എന്നിരുന്നാലും അദ്ദേഹം ഒരു ബോൾഡ് സ്റ്റെപ്പ് എടുത്തത് ഒരു നല്ല ഇതിലുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ളൊരു ബൂസ്റ്റ് ആയിരിക്കും കിട്ടുക. പക്ഷേ സിനിമയുടെ ഒരു ഇൻഡസ്ട്രി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പൊങ്കൽ സമയത്തിന് അത് വലിയൊരു നഷ്ടം തന്നെയാണ് തമിഴ് ജനതയെ സംബന്ധിച്ചിട്ട്. തമിഴ് മാത്രമല്ല, നമ്മൾ കേരളത്തിലേക്ക് അതൊരു അനാവശ്യമായിട്ടുള്ള ഒരു തീരുമാനം. അൺടിൽ ആൻഡ് അൺലെസ് എന്തെങ്കിലും ഒരു അത്രയും ക്രിട്ടിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അത് പ്രേക്ഷകരാണ് കാണേണ്ടത്. ഒരു വ്യക്തി മാത്രം കണ്ടതുകൊണ്ട് സിനിമ അങ്ങനെയാണ് ഇങ്ങനെയാണെങ്കിൽ അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ബാധിക്കും എന്നൊന്നും തീരുമാനത്തിലെത്താൻ പറ്റില്ല. ജനങ്ങൾ കണ്ടതിന് ശേഷം മാത്രമേ അവർക്ക് പറയാൻ പറ്റുള്ളൂ, ഇല്ലേ? ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു കൂട്ടം തീരുമാനങ്ങളാണ് വേണ്ടിയിരുന്നത്. ഇത് ഒരു വ്യക്തി മാത്രം ഇതിനോട് ഇങ്ങനെ പ്രതികരിക്കുക, പുള്ളിയോട് ഒരു വൈരാഗ്യം നിൽക്കുക. ഈ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം അവർ സെൻസർ ബോർഡ് ഓൾറെഡി കണ്ടിട്ട് ഓക്കെ ആയി, പിന്നീട് അവർക്കൊരു കംപ്ലൈന്റ് കിട്ടി, അതിന്റെ പേരിൽ അതിനെ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ അവർ സ്റ്റോൾ ചെയ്തു എന്നുള്ള രീതിയിലാണ്. ഫസ്റ്റ് ടൈം അവർ ഓക്കെ ആയി, പിന്നെ ഒരു കംപ്ലൈന്റ് വന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരു അനാവശ്യമായിട്ടുള്ള രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളി ഒന്ന് മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുക, അല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്കറിയാമല്ലോ രാഷ്ട്രീയപരം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പം നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ഉള്ളൊരു പ്രഷർ ഉണ്ടാകുമ്പോഴത്തേക്കും, പിന്നെ രാഷ്ട്രീയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില്ലറ കളിയല്ല, പൈസ അത്രത്തോളം വേണ്ടി വരുന്ന ഒരു സംഭവമാണ്.